ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ തന്നെ വന്നിട്ടുള്ളത് ഒരു വിഷമമല്ലോ ടോപ്പിക്കായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലാണെങ്കിലും പിന്നെ വാർത്തയിലൊക്കെ അഹമ്മദാബാദിൽ വിമാന അപകടം അല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കുണ്ടല്ലോ കണ്ടിരിക്കാനും കഴിയില്ല, ഒട്ടും സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയില്ല. അപ്പോൾ അവരൊക്കെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്ക് എന്തായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളെ മലയാളിയായിട്ട് ഒരു മോളും കൂടെ ഒരു സ്ത്രീയും കൂടെ മരിച്ചിട്ടുണ്ട്. അവർ കുഞ്ഞു മക്കളെ കണ്ണീരും അമ്മ സുഖമില്ലാത്ത ക്യാൻസറൊക്കെ ആയ അമ്മയാണ് കേട്ടോ. അപ്പോൾ അവർക്കൊരു അത്താണിയായിട്ടുള്ളൊരു മോളായിരുന്നു. അങ്ങനെയൊക്കെ അവസ്ഥയിലെത്തുമ്പോൾ എങ്ങനെ സഹിക്കാൻ കഴിയൂലേ. അപ്പോൾ അത് അവർക്ക് കാലാകാലം മരണം വരെയും ഇത് മനസ്സിന്ന് പോകാത്ത ഒരു മരണമായി പോയില്ലേ. ആകാശമായിരുന്നു അവരുടെ പ്രിയപ്പെട്ട ഇടം. ആഹ്ലാദ നിമിഷങ്ങളിൽ ആടിയും പാടിയും ആഘോഷമാക്കിയ ജീവിതം. ഒടുവിൽ അതേ ആകാശത്ത് അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എരിഞ്ഞടങ്ങി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂ റോഷ്നി രാജേന്ദ്രൻ സമൂഹമാധ്യമത്തിൽ മുമ്പ് പങ്കുവച്ച ദൃശ്യങ്ങൾ കാണുന്നവരുടെ ഉള്ളം മുലയ്ക്കുകയാണ്. ആകാശയാത്രയിലെ ആശങ്ക അകറ്റിയവർ, കരുതലിന്റെ കരം പിടിച്ച് കാത്തവർ, കുടുംബത്തിന് തണലായി നിന്ന ആ ചിറകുകളും ഒടുവിൽ അഗ്നിയിൽ എരിഞ്ഞമർന്നു. മണിപ്പൂരുകാരിയായ നത്തോയി ശർമ്മയും സിക്സൻ ലെമുത്തേണും ഇനിയില്ല എന്ന് കുടുംബത്തിന് വിശ്വസിക്കാനാകുന്നില്ല. ഈ കണ്ണീര് ഇനി എന്ന് തോരാനാണ്? പറന്ന് പറന്ന് കൊതി തീരാത്ത പ്രിയപ്പെട്ടവർക്ക് ഇനി മണ്ണിൽ നിത്യനിദ്ര. അപ്പോൾ ഞങ്ങൾ ഇത് വീഡിയോ കണ്ടില്ലേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂ റോഷ്നി രാജിൻ്റെ റീൽസാണ് കേട്ടോ. അപ്പോൾ എന്തൊരു സന്തോഷത്തിലാണല്ലേ അവർ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത്. ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞങ്ങളിങ്ങനെ അപകടത്തേക്കാണ് പോകുന്നത്, ഇങ്ങനെ മരണത്തേക്കാണെന്നുള്ളത് തൊട്ട് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ എല്ലാ മരണവും എല്ലാ അപകടമൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമ്മളൊട്ടുകൾക്ക് പിന്നെ മുൻകൂട്ടി കാണില്ലല്ലോ എപ്പോഴാണ് മരണം, എപ്പോഴാണ് പിന്നെ അപകടം വരുന്നതെന്നൊന്നും. അപ്പോൾ നമുക്ക് ഉള്ളത് നമുക്ക് തന്നെ തേടിയെത്തൂല്ലേ. അപ്പോൾ ആ 42 ആളിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് പിന്നെ ഒരു അത്ഭുതം തന്നെയാണ്. അത്രക്കും പിന്നെ കത്തിക്കരിഞ്ഞതായിട്ട് ഒരാൾ രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ പിന്നെ അത് ഭയങ്കര അത്ഭുതം തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. പറയാൻ നമുക്ക് കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ കണ്ടിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അല്ലേ.